സന്തതി പരമ്പരകൾ ഈ നാട്ടിലെത്തിയിരിക്കുന്നു. എല്ലാറ്റിനും നമുക്ക് ഹൃദയപൂർവ്വം നന്ദിയും സ്തുതിയും ദൈവത്തിന് സമർപ്പിക്കാം. ദൈവനിയോഗമാണ് നമ്മുടെ ആയുസ്സിൽ ഈ സ്ഥലത്ത് എത്തുക എന്നത്. അത് എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു പുതിയ അനുഭവമായി സുഹൃതമായി നിലനിൽക്കണം. Germany? From India, yes? You're all from Kerala? Yes. Very nice country. I've heard a lot about Kerala. Maybe one day in the future I will come to visit Kerala with Father Sleep. Let me think. Mangoes, yes, mangoes on the left side. Now, tomorrow there's a very, very beautiful things to see on your way. And if we have time, we will talk about the itinerary of tomorrow, yes? Good. യഹൂദന്മാർ രണ്ട് ടൈപ്പിലുള്ളവരുണ്ട്. ഒന്ന് വളരെ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ തന്നെ കഴിയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ഇന്ന് സന്ധ്യ മുതൽ നാളെ സന്ധ്യ വരെ അവർ വണ്ടി ഓടിക്കില്ല മാത്രമല്ല നടക്കുന്നത് ഇത്ര ദൂരത്തിൽ നടക്കില്ല. അവരുടെ താമസിക്കുന്ന ഏരിയ കൂടെ പോലും വണ്ടി ഓടിപ്പിക്കുന്ന രീതിയല്ല അവർ. അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അവരത് ആചരിക്കപ്പെട്ട യഹൂദന്മാരാണ്. വളരെ ഇതായിട്ട് പോകുന്നത്. അവരും ശാബത്ത് ആചരിക്കുന്നവിടെ. ശാബത്ത് ദിവസം വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെ വീടുകളിൽ ലൈറ്റിന്റെ സ്വിച്ച് പോലും ഓൺ ചെയ്യില്ല, ഭക്ഷണം ഉണ്ടാക്കില്ല. ഈ സമയങ്ങളിൽ ഇവർ മറ്റ് ഹോട്ടലുകളിലേക്ക് പോകും. അവർ താമസിക്കുന്ന ഹോട്ടലിന്റെ എലിവേറ്റർ ഓട്ടോമാറ്റിക് ആയിരിക്കും, കാരണം എലിവേറ്റർ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അത്രമാത്രം അവരതിനെ ആചരിക്കപ്പെടുന്നു. ഇവിടെ ഈ തിബേരിയാസിന്റെ ഭാഗത്തുള്ള ബീച്ചിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ. ഇപ്പൊ വിന്റർ കഴിഞ്ഞ സമ്മറിലേക്ക് കടന്നുവെങ്കിലും വിന്ററിൻ്റെതായ തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ആള് കുറവ്. അല്ലെങ്കിലൊക്കെ ഈ വീക്കെൻഡിലാവുമ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് തിബേരിയാസിന്റെ ഭാഗം. But here in the Holy Land, you can pay in all kind of currencies, because we have visitors from all over the world. Here to the left side, we see a Jewish cemetery on your left-hand side. We will cross Tiberia and we will continue to Tamar. തിബേരിയാസ്. ഇവിടെ യഹൂദന്മാരല്ലാതെ മുസ്ലിംസ് ഇല്ല, ക്രിസ്ത്യൻസ് ഇല്ല. യഹൂദന്മാരുടെ പട്ടണമാണ്. രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുന്ന ഇസ്രായേലിലെ പട്ടണങ്ങളിൽ ഒന്നാണ് ഈ തിബേരിയാസ്. തിബേരിയോസ്, സീ ഓഫ് ഗലീലി, തിബേരിയോസ് തടാകം, ഗിന്നസറെ തടാകം എന്നിങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടുന്നതാണ്. നമ്മളിന്നൊരു ബോട്ട് യാത്ര അതിലുണ്ട്. വന്ന സമയം കൊണ്ട് ഓരോന്ന് ബുക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നു. വന്ന് ടൈം നോക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. അതുകൊണ്ടാണ് കൂടുതൽ എപ്പോഴും സംസാരിക്കാൻ പറ്റാത്തത്. ഇപ്പം നമ്മൾ പോകുന്നത് മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. അവിടെ 11:45 അവർ പള്ളി ക്ലോസ് ചെയ്യും. ഇവിടെയുള്ള പള്ളികൾക്കൊക്കെ ടൈമുണ്ട്. ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്തിട്ട് പിന്നെ തുറക്കുന്നത് 2 മണിക്ക്. അങ്ങനെ പലയിടത്തുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഫ്രാൻസിസ് സഭയുടെ അധീനതയിൽ അവർ കാശ് മുടക്കി വാങ്ങിച്ചിട്ട് പള്ളി പണിതിരിക്കുന്നതാണ്. You go to the right, Sort of before they close, please go to the church. This way, go straight. Before they close. ക്രിസ്ത്യൻ കാലഘട്ടം എന്ന് പറയും. പിന്നീട് കുരിശുയുദ്ധ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇത് മൂന്നാമതായിട്ട് ഇവിടെ പണിത പള്ളിയാണ്. ഇത് ഗലീല കടലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ്
കർത്താവ് തൻ്റെ വിശ്വപ്രഖ്യാതമായ പർവ്വത പ്രസംഗം നടത്തിയത്. Okay, we go now to the bus, ladies and gentlemen. This direction. The same thing, the Jews will come. When you say Jews, every food contains the sugar or like this. The first virgin of oil that comes out goes for what? For the temple. And after that, the second virgin will go for the normal people. So this is the same. We will പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഗലീല തടാകത്തിലെ യാത്ര എന്നും ഓർക്കത്തക്കവണ്ണം 2000 വർഷം മുമ്പ് യേശുവിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ചെറിയ ഷോർട്ട് പ്രേയർ എന്നല്ല പ്രാർത്ഥിച്ചുകൊണ്ട് യേശു ശിഷ്യന്മാർ പലവരും യാത്ര ചെയ്ത സ്ഥലത്ത് അതുപോലെയുള്ള ഒരു ബോട്ടിലിരുന്ന് നമ്മൾ യാത്ര പല കാര്യങ്ങളും ഗാനങ്ങൾ മനസ്സിൽ ഉയർന്നു വരും. ജീവൻ സഞ്ചാരിയൊക്കെ ഇങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ച് ഇതൊരു വലിയ അനുഭവമാണ്. സഹായിച്ച ആരോഗ്യം തന്നു എല്ലാം തന്നു ദൈവമേ നിന്നെ സ്തുതി. ഞങ്ങൾ കൂട്ടമായി നിന്നെ ഓർക്കുന്നു. ഈ അനുഗ്രഹം എൻ്റെ ആയുഷ്കാലം മുഴുവൻ തുടർന്നും ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ കർത്താവിനെ കേൾക്കുന്നു, കാണുന്നു, കൊടുന്നു. അങ്ങനെ ഒരു വലിയ അനുഭവമായി തീർന്നു. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും സ്നേഹം. അറിയുന്ന ദിനസുകൊണ്ട് ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് യാത്ര കർത്താവ് ഡിസ്റ്റർബ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ആണ്. സോ അത് ഞാനൊരിക്കലും ഒരു കഥ വായിച്ച് നോക്കുന്നത്
ഒരു കപ്പലിൽ ഇങ്ങനെ കുറേ ആളുകളെ യാത്ര ചെയ്യുമ്പോൾ ഈ ഷിപ്പ് എന്ന് പറയാം boat was about to sink. So the passengers were troubled. Karikuyatra Chiom Zion Sanjari Olangil Kanduni Baya Perenda. Everybody please together, come on. Everybody sing together, come on. Are you ready? Ha! Karikuyatra Chiom Zion Sanjari Olangil Kanduni Baya Perenda. Ha! Karikuyatra Chiom Zion Sanjari Olangil Kanduni Baya Perenda. Katineyum Karalineyum Niandripan Kalinggulum Barandilunde. Katineyum Karalineyum Niandripan Kalinggulum Barandilunde. Visuasumma Baragiliatra Cheyum Kanduali Chuni Walanidumbo. Visuasumma Baragiliatra Cheyum Kanduali Chuni Walanidumbo. Vaya Perenda Karaten Kudeyunde. Harufikam Surgiya Turamukate. Vaya Perenda Karaten Kudeyunde. Harufikam Surgiya Turamukate. Sing together. Ha! Karikuyatra Cheyom. Everybody. Ha! Karikuyatra Cheyom Zeyon Sanjari Olangil Kanduni Baya Perenda. Katineyum Karalineyum Niandripan Kalinggulum Barandilunde. Katineyum Karalineyum Niandripan Kalinggulum Barandilunde. Yetheresem Hivireyala Hividevan Paradisavasiyanalo. Yetheresem Hivireyala Hividevan Paradisavasiyanalo. Akkare ande ende sasurenade Avideni kuro kuno pavane mudde. Akkare ande ende sasurenade Avideni kuro kuno pavane mudde. Katineyum Karalineyum Niandripan Kalinggulum Barandilunde. Katineyum Karalineyum Niandripan Kalinggulum Barandilunde. Malaika means we bring peace upon you. Everybody, say together. Hevenu. Come on, everybody. Hevenu. Shalom. Alechem. Very good. Now we can all sing together, okay? Hevenu Shalom Alechem. Come on. Hevenu Shalom Alechem. Hevenu Shalom Alechem. Zeu. Hevenu Shalom, Shalom. Everybody sing together. Hevenu Shalom Alechem. Hevenu Shalom Alechem. Hevenu Shalom. Now everybody please stand up please. Let's do a big circle around. Hevenu Shalom.
נגילה אהבה, נגילה אהבה, נגילה ונשמחה אהבה, נגילה אהבה, נגילה אהבה, נגילה ונשמחה. Capernaum, the town of Jesus. Conquista intercontinental. África, Asia y Europa. Y esta es una de las ramas de la vía maris, el camino del mar, que ഇത് പള്ളിക്ക് പ്രത്യേകതയില്ല. 2012 പള്ളിയിൽ നമുക്ക് ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയത് ഇവിടെ ഏതോ ഭാഗത്ത് വെച്ചാന്നുള്ള അല്ലാതെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ സിനിമയുടെ ഭാവന കണ്ടിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. After the destruction of 749, it was never rebuilt again. They say that when the Franciscans came, it was abandoned, and when they were building the church, a column fell down on the head of the priest and he died. That's why they are afraid. And they brought Muslims from this. രാവിലെ Hello, only 10 here. പഴയ പള്ളിയാണ്, പഴയ പള്ളിയാണ്. ആ, അതിന് മുകളിൽ പണിത് കണ്ട
Graduado